100% മരണത്തിൽ അവസാനിക്കുന്ന ഒരു രോഗമാണ് റേബീസ്. ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു നായയുടെ ഒരു മൃഗത്തിൻ്റെ കടിയേറ്റാൽ ഹോസ്പിറ്റലിൽ എത്താനുള്ളൊരു താമസം ഉണ്ടാകും. അതിനു മുൻപേ എത്രയും പെട്ടെന്ന് സോപ്പും വെള്ളവും ഒഴിച്ച് കഴുകിക്കഴിഞ്ഞാൽ അവിടെ ലോഡ്ജ്ഡ് ആയിട്ടിരിക്കുന്ന വൈറസുകളെ മാറ്റാൻ നമുക്ക് സാധിക്കും. ആനിമൽ വാക്സിനേഷൻസ് ഇപ്പോഴും ഇന്ത്യയിൽ അത്രയധികം അതിൻ്റെ കൺട്രോളുകൾ വന്നിട്ടില്ല. ഞരമ്പുകളുടെ അറ്റം വരുന്ന ഒരു ഭാഗമാണ് വിരൽ തുമ്പുകൾ. ഇവിടെ ഒരു കടിയേറ്റ് കഴിഞ്ഞാൽ ഞരമ്പുകളിലേക്ക് പെട്ടെന്ന് ഈ വൈറസ് കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യയിലെ റിപ്പോർട്ട്സ് അനുസരിച്ച് ഇത് നായ്ക്കളിൽ കാണാറുണ്ട്. പൂച്ചകളിൽ, പശുവിൻ്റെ ഉമിനീരിലും ഈ വൈറസിനെ കണ്ടെത്തിയതായിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. നായ സാധാരണ ചാടിക്കടിക്കുന്ന ഒരു പ്രകൃതത്തിൽ ആ ഒരു ചാടി വരുമ്പോൾ കിട്ടുന്ന ഭാഗം ഒരു മുതിർന്ന ആളെ പറഞ്ഞ പോലെ കയ്യോ കാലോ ഒക്കെ ആയിരിക്കാം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ചാടി വരുമ്പോൾ കിട്ടുന്നത് കഴുത്തോ മുഖമോ തലയിലോ ഒക്കെ ആയിരിക്കാം ഈ കടി കിട്ടാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് അവർക്ക് എടുക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ സമയാസമയങ്ങളിൽ കൃത്യമായി എടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. തെരുവുനായയുടെ കടിയേറ്റ ശേഷം പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ടും മലപ്പുറത്ത് ഒരു 5 വയസ്സുകാരി മരിച്ച വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ്. ആ കുട്ടിക്ക് മാർച്ച് 29-നാണ് തെരുവുനായയുടെ കടിയേറ്റത്. പിന്നീട് വാക്സിനൊക്കെ എടുത്തെങ്കിലും കുട്ടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സത്യത്തിൽ ആ കുട്ടിക്ക് സംഭവിച്ചത് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ചോദിക്കുന്ന ഒരു ചോദ്യം. നമുക്ക് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണം. അതിന് രാജഗിരി ഹോസ്പിറ്റലിലെ മൈക്രോബയോളജി വിഭാഗം ഡോക്ടർ നീതു സൂസൻ ഫിലിപ്പാണ് ചേരുന്നത്. ഡോക്ടർ നമസ്കാരം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടിക്ക് പേവിഷബാധ ഏറ്റതിന് ശേഷം അത് വാക്സിൻ എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീടാണ് അത് മരണത്തിന് കീഴടങ്ങിയത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? അതിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. നമ്മൾ എല്ലാവരെയും നടുക്കിയ ഒരു വാർത്ത തന്നെയാണ്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പേവിഷബാധ അല്ലെങ്കിൽ റേബിസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഞരമ്പുകളെ ബാധിക്കുന്ന, ബ്രെയിനിനെ, മസ്തിഷ്കത്തിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വൈറസാണിത്. അപ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, വാർത്തകളിലൂടെയും മറ്റു ചർച്ചകളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ, കുഞ്ഞിന് ഒന്നിൽ കൂടുതൽ കടിയേറ്റിരുന്നു. അത് കൂടുതലായും തലയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ, സ്കാൽപ്പ്, ചുണ്ടിൽ, കഴുത്തിൽ, അങ്ങനെ മുഖത്തോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെയും മൾട്ടിപ്പിൾ ഡോഗ് ബൈറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വൈറസിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ തലച്ചോറിലേക്ക് പോകാൻ ഞരമ്പുകളിലൂടെ പോകുന്ന ഒരു വൈറസ് ആയതുകൊണ്ട് ആദ്യം കടിയേറ്റ് കഴിഞ്ഞാൽ ഇത് ആ കടിയേൽക്കുന്ന സ്ഥലത്തെ മസിലിലും ടിഷ്യൂവിലും ഒക്കെ വൈറസ് വരും. അതിനുശേഷം മസിൽ ഞരമ്പിലേക്ക് ചേരുന്ന, നെർവിലേക്ക് ചേരുന്ന ഭാഗത്തിലൂടെ ഇത് വേഗം ഞരമ്പിലേക്ക് കടന്ന് ബ്രെയിനിലേക്ക് എത്താനുള്ള ഒരു ടെൻഡൻസിയാണ് ഈ വൈറസിന്. അപ്പോൾ ബ്രെയിനിനോട് അടുത്തുള്ള ഭാഗങ്ങളിൽ കടിയേറ്റാൽ അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ രോഗാവസ്ഥ അല്ലെങ്കിൽ ഈ രോഗബാധ കൂടുതൽ ഉണ്ടാകാൻ, വളരെ പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത്രയും ദൂരം മാത്രം സഞ്ചരിച്ചാൽ മതി. അപ്പോൾ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ കടിയെല്ലാം ഏറ്റു അടുത്താണ്, ബ്രെയിൻ മസ്തിഷ്കത്തിനോട് അടുത്തുള്ള സ്ഥലങ്ങളിലാണ്. വാക്സിനേഷൻ എടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആൻറ്റിബോഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പ്പുകളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിനുള്ള ആ ചെറിയ ഗ്യാപ്പിന് മുമ്പ് തന്നെ ഒരു പക്ഷേ ഈ വൈറസുകൾ ഞരമ്പിലൂടെ കയറിക്കഴിഞ്ഞിട്ടുണ്ടാകും. കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വൈറസാണ്. അത് എത്രയും പെട്ടെന്ന് ബ്രെയിനിലേക്ക് എത്തുകയും ബ്രെയിനിലേക്ക് കടന്ന് ഈ റേബിസ് അല്ലെങ്കിൽ പേവിഷബാധ ഉണ്ടാക്കുകയും, ഇതിനൊറ്റ ഒരു ഡിസീസ് കോഴ്സേ ഉള്ളൂ മരണം. അതായത് 100% ഓൾവേസ് 100% മരണകാരണമാകുന്ന ഒരു അസുഖമാണ് പേവിഷബാധ. അപ്പം അതുകൊണ്ടായിരിക്കാം കുഞ്ഞിന് എത്രയും പെട്ടെന്ന്, ചെറിയ കുട്ടിയാണ്, അപ്പോൾ ഞരമ്പുകളുടെ നീളവും കുറവായിരുന്നിരിക്കാം, ഞരമ്പിലൂടെ വളരെ പെട്ടെന്ന് ബ്രെയിനിലേക്ക് ചെന്നതുകൊണ്ടായിരിക്കാം. വാക്സിനേഷൻ്റെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, വാക്സിനേഷനുകളും ഇമ്മ്യൂണോഗ്ലോബുലിനും എല്ലാം ഈ കുഞ്ഞിന് കിട്ടിയിരുന്നു. പക്ഷേ എങ്കിലും ചിലപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കാം കുഞ്ഞിന് മരണകാരണമായത്. അതായത് ഞാൻ വായിച്ചത് പ്രകാരം ഈ തെരുവുനായയുടെ ഉമിനീരിൽ നിന്നുള്ള ഒരു വൈറസ് ഈ കുട്ടിക്ക് ബാധിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ ഇത്തരത്തിലൊരു ഉമിനീര് നമ്മുടെ ശരീരത്തിൽ, ഈ പെപ്പട്ടിയുടെയൊക്കെ ഒരു ഉമിനീര് നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ എത്ര സമയം വേണ്ടി വരും ഡോക്ടർ? നായയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഉമിനീരിലൂടെ വൈറസ്, റേബിസ് വൈറസ് അല്ലെങ്കിൽ പേവിഷബാധ ഉണ്ടാക്കുന്ന വൈറസ് പുറത്തു വരിക എന്ന് പറഞ്ഞാൽ നായയുടെ ഈ വൈറൽ ബാധയുടെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ഈ വൈറസ് ഉമിനീരിലുണ്ടെങ്കിൽ ആ കടി ഏൽക്കുന്ന സമയത്ത് തന്നെ, ഇൻസ്റ്റൻ്റ്ലി ആ സമയത്ത് തന്നെ, ആ നിമിഷത്തിൽ തന്നെ ഈ ഉമിനീരിലുള്ള വൈറസ് ആ കടി ഏൽക്കുന്ന മസിലിലേക്കോ ടിഷ്യൂവിലേക്കോ കടന്നിരിക്കും. പിന്നീട് ഇത് ആ മസിലിലേക്ക് കണക്റ്റ് ആവുന്ന ഞരമ്പുകളിലൂടെ വീണ്ടും അത് സഞ്ചരിക്കും. ആ സഞ്ചാരത്തിന് ഏകദേശം 100 മുതൽ 250 മില്ലിമീറ്റർ ഒരു ദിവസം
ദൂരം സഞ്ചരിക്കാൻ ഈ വൈറസിന് സാധിക്കുമെന്നാണ് പല സ്റ്റഡീസും പറയുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കാൻ ഈ കടി ഏൽക്കുന്ന സമയത്ത് തന്നെ മനുഷ്യ ശരീരത്തിലേക്ക് കടന്നിരിക്കും. മസിലിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യും. നെർവിലൂടെ സഞ്ചരിക്കാനുള്ളതാണ് പിന്നീടുള്ള സമയം. അതിനെയാണ് നമ്മൾ ആ ഇൻക്യുബേഷൻ പീരീഡ് അല്ലെങ്കിൽ അസുഖം ഡെവലപ്പ് ചെയ്യാനുള്ള വരെയുള്ള കാലതാമസം എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയം. അല്ല, അപ്പോൾ ഈ പെട്ടെന്ന് ഇത്തരം ഉമിനീര് നമ്മുടെ ശരീരത്തിലേക്ക് ഈ പേപ്പട്ടികളുടെയൊക്കെ കയറുമ്പോഴും നമ്മൾ അതിനെ പ്രതിരോധിക്കണമല്ലോ. അപ്പോൾ അതിനൊരു ഏക മാർഗം എന്ന് പറയുന്നത് ഒന്ന് അവിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഫലം നൽകുന്നുണ്ട് ഡോക്ടർ? ഏറ്റവും ആദ്യം ചെയ്യേണ്ടതും ഏറ്റവും ഫലം നൽകുന്നതുമായിട്ടുള്ള കാര്യം ഈ വൈറസ് മസിലിൽ ആ കടിയേറ്റ ടിഷ്യൂവിലോ മസിലോ ഉള്ള വൈറസിനെ എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഒരാൾക്കൊരു കടിയേറ്റാൽ ചിലപ്പോൾ കടിയുടെ തീവ്രത കൂടുതലായിരിക്കാം. മുറിവ് കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രകൃതമായിരിക്കാം മനുഷ്യന് സ്വാഭാവികമായിട്ടും. പ്രത്യേകിച്ച് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾക്ക് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ചിന്തിക്കുക. പക്ഷേ ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു നായയുടെ ഒരു മൃഗത്തിൻ്റെ കടിയേറ്റാൽ ഹോസ്പിറ്റലിൽ എത്താനുള്ള ഒരു താമസം ഉണ്ടാകും. അതിനു മുൻപേ എത്രയും പെട്ടെന്ന് സോപ്പും വെള്ളവും ഒഴിച്ച് കഴുകിക്കഴിഞ്ഞാൽ ഈ വൈറസ് അവിടെ ലോഡ്ജ്ഡ് ആയിട്ടിരിക്കുന്ന വൈറസുകളെ മാറ്റാൻ നമുക്ക് സാധിക്കും. ആ വൈറസിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീടുള്ള പാത്ത് നമുക്ക് അതിൻ്റെ സഞ്ചാരത്തെ നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ഇമ്മീഡിയറ്റ്ലി ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം ആ മുറിവിനെ നന്നായി നല്ല വൃത്തിയായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്നുള്ളത് തന്നെയാണ്. ഈ ഇത്തരത്തിൽ ഒരു തെരുവുനായൊക്കെ ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ എന്ത് ലക്ഷണമായിരിക്കും? ഒരു വാക്സിനൊക്കെ എടുക്കുന്നതിന് മുൻപ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ആ ആൾ എന്ത് ലക്ഷണമായിരിക്കും കാണിക്കുക? റേബിസ് വൈറസ് അല്ലെങ്കിൽ പേവിഷബാധ ഉണ്ടാക്കുന്ന ഈ വൈറസിനെ സംബന്ധിച്ചിടത്തോളം ഇൻക്യുബേഷൻ പീരീഡ് നമ്മൾ സാധാരണ പറയുന്ന ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ കടന്ന് രോഗലക്ഷണം ഉണ്ടാക്കാനുള്ള കാലയളവ്. അത് ഈ പേവിഷബാധ ഉണ്ടാക്കുന്ന റേബിസ് വൈറസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേരിയബിളാണ്. പല രീതിയിൽ അത് കാണിക്കാം. എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എവിടെയാണോ കടിയേൽക്കുന്നത് അവിടെ നിന്ന് ബ്രെയിൻ ടിഷ്യൂവിലേക്ക് എത്താനുള്ള ദൂരം, കടിയേൽക്കുമ്പോൾ അവർക്ക് കിട്ടിയ ആ വൈറസിൻ്റെ ലോഡ്, ഇതെല്ലാം അതിന് ബാധകമാകാം. ചിലർക്ക് ചില ദിവസങ്ങൾ മതി, ചിലർക്ക് ചില മാസങ്ങളാകാം, ചിലപ്പോൾ വർഷങ്ങൾ വരെ എടുത്തേക്കാം പിന്നീട് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാനായിട്ട്. അപ്പോൾ രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ മെയിൻലി ഹൈഡ്രോഫോബിയ എന്ന് പറയും. വെള്ളം കുടിക്കാൻ പറ്റായിക, വെള്ളത്തോടുള്ള ഭയം, അല്ലെങ്കിൽ എല്ലാത്തിനോടും ഒരു ഭയം, ഒരു വിഭ്രാന്തി പോലെയുള്ള സ്റ്റേജസിലേക്ക് പോകാം. അതിനുശേഷം ഒരുപക്ഷെ കോമ പോലെയുള്ള മയക്കം, ഒരു കോമ സ്റ്റേജിലേക്കും പോകാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം അവസാനം മരണത്തിൽ തന്നെയാണ് ചെന്ന് അവസാനിക്കുള്ളൂ. 100% 100% മരണത്തിൽ അവസാനിക്കുന്ന ഒരു രോഗമാണ് റേബീസ്. ഡോക്ടർ പറഞ്ഞ പോലെ ഇത് മാസങ്ങളെടുക്കാം, ഒരു വർഷം എടുക്കാം എന്ന് പറയുമ്പോൾ ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ സമാധാനമില്ലാത്തൊരു ജീവിതം എന്നാണോ പറഞ്ഞു വരുന്നത്? കാരണം ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇത്രയും വൈകി അറിയുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമാണ് സത്യത്തിൽ. അതുകൊണ്ടാണ് നമ്മൾക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതായത് നന്നായിട്ട് കഴുകുക, വൃത്തിയാക്കുക, പിന്നെ നമ്മൾ വാക്സിനേഷൻ എടുക്കുക. നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ഇതിന് പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുക, ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഈ മുറിവുകളെ തന്നെ, പട്ടി കടിക്കുന്ന മുറിവുകളെ തന്നെ 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ ഏതൊരു മൃഗം, പട്ടിയോ പൂച്ചയോ ഒന്ന് ചെറുതായി നക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാറ്റഗറി 1 എക്സ്പോഷർ എന്ന് പറയുന്നത്. കാറ്റഗറി 2 എന്ന് പറയുന്നത് ചെറിയ പോറലുകൾ, ചെറുതായ നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന പോറലുകളെയെല്ലാം നമ്മൾ കാറ്റഗറി 2 എന്ന് പറയും. കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ മുറിവായി തന്നെ ഉണ്ടാവുക, അതായത് കടിയേറ്റു, പല്ലകത്തേക്ക് കടന്നു, കടിയേറ്റു, ഒരു പോറൽ കൂടുതലായിട്ടുള്ള എല്ലാം നമ്മൾ കാറ്റഗറി 3 എന്ന് തന്നെ വിചാരിക്കണം. അപ്പോൾ കാറ്റഗറി 2 and 3 എത്രയും പെട്ടെന്ന് വാക്സിനേഷനും ഇമ്മ്യൂണോഗ്ലോബുലിനും എടുക്കേണ്ട കാറ്റഗറി മുറിവുകളാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക്, ഈ മസിൽ ടിഷ്യൂവിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നെർവിലൂടെ പോകുന്നത് തടയാനും ആ ഉള്ള വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാനുമുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ, കടന്ന വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ പ്രതിരോധ കുത്തിവയ്പ്പിനൊക്കെ നല്ല ഫലപ്രദമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞരമ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അതിലുള്ള കൺട്രോൾ വളരെ കുറവാണ്. ഈ തെരുവ് നായ്ക്കളിൽ മാത്രമാണോ ഇത്തരത്തിലുള്ള ഒരു വൈറസുകൾ കാണാൻ സാധിക്കുന്നത്? അതോ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെക്കുറിച്ചും നമ്മൾ കറക്റ്റായിട്ട് അതിനുവേണ്ട ഇഞ്ചക്ഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ തെരുവ് നായ്ക്കളിൽ മാത്രമാണോ ഡോക്ടർ ഇത്തരത്തിലൊരു വിഷബാധ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ? ഇന്ത്യയിലെ റിപ്പോർട്ട്സ് അനുസരിച്ച് ഇത് നായ്ക്കളിൽ കാണാറുണ്ട്. തെരുവ് നായ്ക്കളല്ലാതെ മറ്റു നായ്ക്കളിലും, തെരുവ് നായ്ക്കൾ കടിച്ചാൽ നമ്മളുടെ ഡൊമസ്റ്റിക് ഡോഗുകളിലും ഇത് ഉണ്ടാകാം. പൂച്ചകളിൽ ഇതേ വൈറസ് കണ്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതേപോലെ മറ്റ് ഇന്ത്യയിലെ ചില സ്ഥലങ്ങൾ, ചില നോർത്തേൺ സ്ഥലങ്ങളിൽ പശുവിൻ്റെ ഉമിനീരിലും ഈ വൈറസിനെ കണ്ടെത്തിയതായിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നുണ്ട്.
പിന്നെ ഇന്ത്യക്ക് പുറത്ത് മറ്റ് കൺട്രീസിൽ നമുക്ക് ഇത് വവ്വാലുകളിലൂടെയും ഈ വൈറസ് പകരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിലധികം വവ്വാലുകളുടെ മനുഷ്യരിലേക്ക് പകർന്ന റിപ്പോർട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഡോക്ടർ പറഞ്ഞ പോലെ ഈ പശുക്കളിലൊക്കെ ഇത്തരം വൈറസ് കാണുന്നു എന്ന് പറയുമ്പം അത് ഏതെങ്കിലും രീതിയിൽ ഒരു പേവിഷബാധ അല്ലെങ്കിൽ അത് ഏറ്റിട്ട് ആരെങ്കിലും മരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു റിപ്പോർട്ട്സ് വന്നിട്ടുണ്ടോ ഈ ആരോഗ്യരംഗത്ത്, കേട്ടിട്ടുണ്ടോ ഡോക്ടർ? പശുക്കളിലും ഒരു പക്ഷേ പശുവിനെ നമുക്കറിയില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഈ തെരുവ് നായ്ക്കൾ കടിച്ചിട്ടായിരിക്കാം പശുവിലേക്ക് ചിലപ്പോൾ ഇത് വന്നിട്ടുണ്ടാവുക. പശു മരണകാരണം, അതായത് കാരണമില്ലാതെ മറ്റു കാരണം കണ്ടുപിടിക്കാനാവാതെ പശു മരിക്കുന്നു. പശുവും ഇതേപോലെ ഒരു നായ്ക്ക് പേവിഷബാധ ഉണ്ടായാൽ കാണിക്കാവുന്ന രോഗലക്ഷണങ്ങൾ കണ്ടിട്ട് മരിക്കുന്ന പശുക്കളുടെ ചില ടെസ്റ്റുകളിലൂടെയാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് ഇങ്ങനെ ഒരു റേബിസ് വൈറസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. സാധാരണ രീതിയിൽ ഈ തെരുവ് നായ്ക്കൾ വലിയ ആളുകളെ, മുതിർന്ന ആൾക്കാരെയൊക്കെ കടിക്കുമ്പോൾ ഒന്നുകിൽ കാല് അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗത്തേക്കായിരിക്കും കടിക്കുക. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾ ചെറുതായതുകൊണ്ട് സ്വാഭാവികമായും തലയിലോ അല്ലെങ്കിൽ കാലിലോ ഒക്കെ ആയിരിക്കും കടിക്കുക. ഇത് കുട്ടികളെ സംബന്ധിച്ച് എത്രത്തോളം അപകടകരമായ ഒന്നാണ് ഡോക്ടർ? അതാണ് നമ്മൾ പറഞ്ഞു വന്ന അതിൻ്റെ ഭാഗമായി തന്നെ നമുക്കിതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം അതായത് കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൊക്കം കുറവായിരിക്കും. ഈ 5 വയസ്സ് 6 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ പൊക്കം കുറവാണ്. ഒരു നായയെ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നായ സാധാരണ ചാടിക്കടിക്കുന്ന ഒരു പ്രകൃതത്തിൽ ആ ഒരു ചാടി വരുമ്പോൾ കിട്ടുന്ന ഭാഗം ഒരു മുതിർന്ന ആളെ പറഞ്ഞ പോലെ കയ്യോ കാലോ ഒക്കെ ആയിരിക്കാം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ചാടി വരുമ്പോൾ കിട്ടുന്നത് കഴുത്തോ മുഖമോ തലയോ, പിന്നെ കുട്ടികൾ ചിലപ്പോൾ പെട്ടെന്ന് വീണു പോകുമ്പോഴും അവരുടെ മുഖത്തോ തലയിലോ ഒക്കെ ആയിരിക്കാം ഈ കടി കിട്ടാനുള്ള സാധ്യത കൂടുതൽ. അതാണ് ഈ തീവ്രത കൂട്ടുന്നതിൻ്റെ കാരണവും. കാരണം മൾട്ടിപ്പിൾ ബൈറ്റുകൾ, മുതിർന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു കാലിൽ ഒരു കടിയോടുകൂടി അവർ ഓടി മാറുന്നു, രക്ഷപ്പെടും. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മൾട്ടിപ്പിൾ ബൈറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയും ആ ബൈറ്റ് കിട്ടുന്ന സ്ഥലത്തിൻ്റെ പ്രോക്സിമിറ്റി ടു ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തലച്ചോറിനോ നെർവസ് ടിഷ്യൂവിനോടോ വളരെ അടുത്തുള്ള സ്ഥലങ്ങളിലായിരിക്കാം ഈ കടി കിട്ടുന്നത്. അത് ഇതിൻ്റെ ഒരു തീവ്രതയെ വളരെയധികം കുഞ്ഞുങ്ങളുടെ ഇടയിൽ കൂട്ടും. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഡോക്ടർ പറഞ്ഞ പോലെ വാക്സിനുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ആ വാക്സിനുകൾ ഏത് രീതിയിലാണ് നമ്മുടെ ശരീരത്തിനെ അത് സംരക്ഷിച്ച് നിർത്തുക? അതൊരു കറക്റ്റ് ആ ടേമുകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഡോക്ടർ? നമ്മുടെ ശരീരത്തിൽ ആ വാക്സിൻ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? എല്ലാ പ്രതിരോധ കുത്തിവെപ്പുകളും നമ്മൾ ഒരാളുടെ ശരീരത്തിലേക്ക് എടുക്കുന്നത് അതൊന്നെങ്കിൽ ഒരു ഇനാക്ടിവേറ്റഡ് വൈറസ് ആയിരിക്കാം, അതായത് ഒരു അസുഖമുണ്ടാക്കാത്ത എന്നാൽ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വൈറസ് ആയിരിക്കാം ആ കുത്തിവെപ്പിലുള്ളത്. അല്ലെങ്കിൽ വൈറസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഒരു ആൻറ്റിജനോ സബ് യൂണിറ്റോ അങ്ങനെയുള്ള ചില വാക്സിനുകളുമുണ്ട്. അല്ലെങ്കിൽ കിൽഡ് വൈറസ് ആയിരിക്കാം. വൈറസ് ചത്ത വൈറസാണ്, പക്ഷേ നമ്മളിൽ പ്രതിരോധ ശക്തി ഉണ്ടാക്കാൻ സാധ്യതയുള്ള കഴിവുള്ള ചില വൈറസിൻ്റെ ഘടകങ്ങളുള്ള വാക്സിനുകൾ. അപ്പോൾ ഈ വാക്സിൻ കുത്തിവെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി അനുസരിച്ച് നമ്മുടെ ശരീരം ഇതിന് പ്രതിരോധിക്കുവാനുള്ള ആൻറ്റിബോഡികൾ ഉണ്ടാക്കും. ഇങ്ങനെയാണ് ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പ്രതിരോധ കുത്തിവെപ്പ് എടുത്ത ശേഷം ആൻറ്റിബോഡി ഉണ്ടാകുവാനായിട്ട് ഒരു ചെറിയ കാലയളവ് എന്തായാലും ഉണ്ടാകും. ഒരാഴ്ചയോ 2 ആഴ്ച, ഓരോ കുത്തിവെപ്പിൻ്റെ അനുസരിച്ച് 1 ആഴ്ച 2 ആഴ്ചയൊക്കെ സമയം എടുത്തുനിന്ന് വരാം. അപ്പോൾ ആ ഒരു അത്രയും കാലയളവിനുള്ളിലേ ഈ പ്രതിരോധ കുത്തിവെപ്പിന് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം റേബിസ് വൈറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റേബിസ് പ്രതിരോധ കുത്തിവെപ്പുകളെക്കുറിച്ച് 2 തരത്തിലുള്ള കുത്തിവെപ്പുകൾ നമുക്ക് സാധാരണഗതിയായിട്ടുണ്ട്. ഒന്ന് ഇൻട്രാമസ്കുലർ വാക്സിനേഷൻ എന്ന് പറയും, മറ്റത് ഇൻട്രാഡെർമൽ വാക്സിനേഷൻ. IM വാക്സിനേഷനും ID വാക്സിനേഷനും രണ്ടും ഒരേപോലെ എഫിക്കസി ഉണ്ട്. രണ്ടിനും പ്രതിരോധ ശക്തി ഏകദേശം ഒരുപോലെ തന്നെയാണ് സ്റ്റഡീസിൽ പറയുന്നത്. ഇൻട്രാമസ്കുലർ IM വാക്സിനേഷൻ്റെ വില ഒരു പക്ഷേ കുറച്ച് കൂടുതലായിരിക്കാം, പക്ഷേ മറ്റേ ഇൻട്രാഡെർമൽ വാക്സിനേഷൻ്റെ താരതമ്യേന വിലയിൽ കുറച്ച് കുറവുണ്ട്. കാരണം ഡോസ് കുറച്ച് കുറവാണ്. ഇൻട്രാമസ്കുലർ വാക്സിൻ എന്ന് പറഞ്ഞാൽ 0.5 ml ആണ് കുത്തിവെപ്പ്, ഓരോ കുത്തിവെപ്പും. ഇൻട്രാഡെർമൽ വാക്സിനേഷൻ 0.1 ml ആണ് ഓരോ കുത്തിവെപ്പും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വിലയിൽ ചെറിയ വ്യത്യാസമുണ്ട്, എന്നാൽ എഫിക്കസി രണ്ടിൻ്റെയും ഇതിൻ്റെ പ്രതിരോധ ശക്തി രണ്ടിനും ഒരുപോലെ തന്നെയാണ്. ഇതിൽ ആദ്യം പറഞ്ഞ ഇൻട്രാമസ്കുലർ വാക്സിനേഷൻ ആണെങ്കിൽ 5 ഡോസാണ് നമ്മൾ എടുക്കേണ്ടത് ഒരു നായയുടെ കടിയേറ്റ ശേഷം. അത് നമ്മൾ കടിയേറ്റ ദിവസം 0, കടിയേറ്റ ദിവസത്തെ 0 എന്ന് പറയുകയാണെങ്കിൽ 0, 3, 7, 21, 28 ഇങ്ങനെ 5 ഡോസുകളായിട്ടാണ് ഈ ഇൻട്രാമസ്കുലർ വാക്സിനേഷൻ എടുക്കേണ്ടത്. ഇൻട്രാഡെർമൽ വാക്സിനേഷൻ, രണ്ടാമത്തെ തരത്തിലുള്ള വാക്സിനേഷൻ, അത് 4 ഡോസ് എടുത്താൽ മതി. പക്ഷേ ഒരു സമയം എടുക്കുമ്പോൾ 2 സ്ഥലങ്ങളിലായിട്ട് ഈ കുത്തിവെപ്പ് എടുക്കണം, 2 സൈറ്റുകളിൽ എടുക്കണം. 4 ദിവസങ്ങൾ എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞാൽ കടിയേറ്റ ദിവസം 0, 3, 7, 28 ഇങ്ങനെ 4 ദിവസങ്ങളിൽ ഈ 2 ഡോസ് വീതം, ഈ 2 കുത്തിവെപ്പുകൾ വീതമാണ് ഇൻട്രാഡെർമൽ വാക്സിൻ ആണെങ്കിൽ എടുക്കേണ്ടത്. 2 വാക്സിനുകളും ഒരേപോലെ തന്നെ എഫിക്കസിയുള്ള, ഒരേപോലെ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ സാധ്യതയുള്ള വാക്സിൻ.
നമ്മൾ ഈ വീട്ടിലൊക്കെ വളർത്തുന്ന സാധാരണ പട്ടി, പൂച്ച, ഈ പ്രതിരോധ കുത്തിവെപ്പ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എടുക്കണം. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളിൽ നിന്ന് നമുക്കൊരു മാന്തോ അല്ലെങ്കിൽ ഒരു കടിയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേ വാക്സിനൊക്കെ തന്നെ പിന്നെയും നമ്മൾ പോയി എടുക്കേണ്ടതാണല്ലോ, അല്ലേ? അതെ, അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ആനിമൽസിലെ മൃഗങ്ങളിലെ വാക്സിനേഷൻ റെഗുലേഷൻസ് ഇന്ത്യയിൽ ഹ്യൂമൻ വാക്സിനേഷൻസിൻ്റെ റെഗുലേഷൻസിൻ്റെ അത്രയും എത്തിയിട്ടില്ല. അപ്പം ആനിമൽ വാക്സിനേഷൻസ് ഇപ്പോഴും ഇന്ത്യയിൽ അത്രയധികം അതിൻ്റെ കൺട്രോളുകൾ വന്നിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, ഈ വാക്സിൻ എന്ന് പറയുന്ന സാധനങ്ങൾ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില സാധനങ്ങളാണ്. അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോഴെല്ലാം അതിനാവശ്യമായ തണുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഇരിക്കേണ്ട സാഹചര്യങ്ങളെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധ ശക്തി കുറഞ്ഞു പോകും. അപ്പോൾ മൃഗങ്ങളിൽ എടുക്കുന്ന വാക്സിനേഷനുകളിൽ ഈ കോൾഡ് ചെയിൻ മെയിൻ്റനൻസും അതിൻ്റെ റെഗുലേഷൻസും അത്രയധികം ഇല്ല. അപ്പോൾ മൃഗങ്ങൾക്ക് കുത്തിവെപ്പ് എടുത്താലും ആ കുത്തിവെപ്പിൻ്റെ അതിൻ്റെ ഗുണം എന്തുമാത്രമുണ്ട് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരില്ല. രണ്ടാമത്തെ കാര്യം, മൃഗങ്ങളുടെ പ്രതിരോധ ശക്തിയെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാവണമെന്നില്ല. മനുഷ്യരെ പോലെ തന്നെ കുത്തിവെപ്പ് എടുത്ത ശേഷം ഈ മൃഗത്തിനും പ്രതിരോധ ശക്തി കുറവുള്ളൊരു മൃഗമാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ബോഡിയിലും ഇത് ആക്ട് ചെയ്തില്ല എന്ന് വരാം, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ വന്നില്ല എന്ന് വരാം. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടും പിന്നെ ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ മൃഗത്തിന് ഒരു പേവിഷബാധ ഉണ്ടാകുന്ന റേബിസ് വൈറസ് ഉണ്ടെങ്കിൽ കടിയേറ്റാൽ നമുക്ക് രോഗസാധ്യത വളരെ കൂടുതലാണ്. ഈ റിസ്ക് എല്ലാം വെച്ച് പിന്നെ ഞാൻ പറഞ്ഞു 100% മരണകാരണമാകാവുന്ന ഒരു അസുഖമാണ്. ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ കുത്തിവെപ്പ് എടുത്ത നായയാണോ പൂച്ചയാണെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ പോലെ കാറ്റഗറി 2 or 3 ബൈറ്റുകളാണെങ്കിൽ ഒരു പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും അഭികാമ്യം. ഇപ്പോൾ ഈ ഒരിടയ്ക്ക് കേരളത്തിൽ ഇങ്ങനത്തെ വാർത്ത വളരെ കൂടുതലായിരുന്നു. തെരുവുനായയുടെ കടിയേറ്റ് ഇത്ര പേർക്ക് പരിക്കേറ്റു, ഇത്ര പേര് ആശുപത്രി പ്രവേശിപ്പിച്ചു, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. സാധാരണ രീതിയിൽ ഒരു തെരുവുനായ ഒരാളെ കടിക്കുന്നു, ആ ആൾ പോയി പ്രതിരോധ കുത്തിവെപ്പും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നു, സേഫ് ആകുന്നു. വീണ്ടും ഇതുപോലെ ഒരു തെരുവുനായ ആളെ കടിക്കുന്നു. അപ്പോൾ ഒരു പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുന്നതിൽ ഒരു അർത്ഥമുണ്ടോ പിന്നീടൊക്കെ? അതിന് നമ്മുടെ റെക്കമെൻഡേഷൻസ്, ലോകാരോഗ്യ സംഘടനയുടെയും ഇന്ത്യൻ റെക്കമെൻഡേഷൻസും പറയുന്നത് ഒന്നുകിൽ നമുക്ക് ഈ റേബിസ് കുത്തിവെപ്പ് എടുത്തതിൻ്റെ ആൻറ്റിബോഡി ടൈറ്റർ ടെസ്റ്റ് ചെയ്യാം. അത് ടെസ്റ്റ് ചെയ്യാൻ വളരെ പരിമിതമായ സ്ഥലങ്ങളിലാണ് അതിന് അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പം അതിനുള്ള കാലതാമസം ഉണ്ടാവാം. ഈ ടൈറ്റർ ടെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ടൈറ്റർ ടെസ്റ്റ് ചെയ്ത് ടൈറ്റർ വാല്യൂ അതിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 0.5-ൽ കുറവാണെങ്കിൽ എന്തായാലും അയാൾ വാക്സിനേഷൻ എടുക്കണം. ഇനിയല്ല, ടൈറ്റർ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അയാൾ വാക്സിനേഷൻ എടുക്കണം. ടൈറ്റർ വാല്യൂ മോർ ദാൻ 0.5 ആണെങ്കിൽ വാക്സിനേഷൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഈ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടേണ്ട കാലയളവിൻ്റെ താമസമൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ അതിലും ഒരുപക്ഷെ എളുപ്പം ചെയ്യാൻ സാധിക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രതിരോധശേഷി വീണ്ടും ഉണ്ടാക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ളത് വീണ്ടും ഒരിക്കൽ കൂടെ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ രണ്ടാമത് വാക്സിനേഷൻ എടുക്കുമ്പോൾ 2 ഡോസ് വാക്സിനേഷൻ 0 and 3 അങ്ങനെ 2 ഡോസ് വാക്സിനേഷൻസ് മതിയാവും ഒരിക്കൽ എടുത്തയാൾ വീണ്ടും എടുക്കുകയാണെങ്കിൽ. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ തല, പെട്ടെന്ന് കാല്, പട്ടി കടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കൈയിൻ്റെ വിരൽത്തുമ്പിൽ കടിക്കുന്നത് കൂടുതൽ അപകടകരമാണ് എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കൈയുടെ വിരൽത്തുമ്പെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവിധ സ്പർശന കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്ന ചില ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് വിരൽത്തുമ്പുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വളരെയധികം ഞരമ്പുകളുടെ അറ്റം വരുന്ന ഒരു ഭാഗമാണ് വിരൽത്തുമ്പുകൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സയൻറ്റിഫിക് റീസൺ, ഇവിടെ ഒരു കടി ഏറ്റു കഴിഞ്ഞാൽ ഞരമ്പുകളിലേക്ക് പെട്ടെന്ന് ഈ വൈറസ് കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞരമ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാനും പിന്നെ ഈ വൈറസിനെ കൺട്രോൾ ചെയ്യാനുമുള്ള നമ്മുടെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞരമ്പുകളുടെ അറ്റമെന്ന് പറയുമ്പോൾ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് കുറവായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുമ്പോഴും വാക്സിൻ എടുക്കുമ്പോഴും ഈ ബ്ലഡ് സർക്കുലേഷൻ അവിടെ എത്താനുള്ള ഒരു കുറവും ചിലപ്പോൾ ഉണ്ടാകാം. അതേപോലെ തന്നെ വേറൊരു കാരണം എന്ന് വെച്ചാൽ ഈ വിരലിൻ്റെ അറ്റത്തൊക്കെയുള്ള കടി കിട്ടുമ്പം ചിലപ്പോൾ നിസ്സാരമായി നമ്മൾ കരുതാം. കൂടുതലും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്, ഒരു നായ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്, തെരുവ് നായ്ക്കളാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, ആ സമയത്ത് കൈയുടെ അറ്റത്തൊരു കടി കിട്ടിയാൽ സാരമില്ല എന്ന് വിചാരിച്ച് നമ്മൾ നിസ്സാരമായി തള്ളിക്കളയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഒരു പക്ഷേ വിരലിൻ്റെ അറ്റത്ത് കിട്ടുന്ന കടികൾ പിന്നീട് അതൊരു കോംപ്ലിക്കേഷനിലേക്കും മരണത്തിലേക്കും കാരണമാകുന്നതായിട്ട് നമ്മൾ വാർത്തകളിൽ കാണുന്നത്. സാധാരണ രീതിയിൽ ഇപ്പോൾ വളർത്തുമൃഗങ്ങളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സമയമാണ്. ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കും എന്നറിയില്ല. അപ്പോൾ ഒരു വളർത്തുമൃഗങ്ങളെയൊക്കെ നമ്മൾ പരിപാലിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? വളർത്തുമൃഗങ്ങളെ നമുക്ക്
ഈ പറയുന്നത് പോലെ നമ്മളുടെ കൺട്രോളിൽ ഉള്ള വളർത്തുമൃഗങ്ങളാണെങ്കിലേ നമുക്ക് ഇതെല്ലാം പുറത്തിറങ്ങി നടക്കുന്ന മൃഗങ്ങളെ എവിടെ വേണമെങ്കിലും അവർക്ക് വേറൊരു കടി കിട്ടാം. അപ്പോൾ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് അവരെ നമുക്കൊരു കൺട്രോൾഡ് നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് ആയി തന്നെ പരിപാലിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അവർക്ക് എടുക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ സമയാസമയങ്ങളിൽ കൃത്യമായി എടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ വളർത്തുമൃഗങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള നമുക്കൊരു പക്ഷേ അവർ നന്നായിട്ട് അറിയാമായിരിക്കും, നമ്മളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ കരുതുന്നതായിരിക്കാം നമ്മുടെ വളർത്തുമൃഗങ്ങൾ, പൂച്ചയോ നായോ ഒക്കെ. അപ്പോൾ അവരുടെ സ്വഭാവത്തിലോ അവരുടെ രീതികളിലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കണ്ടാൽ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവരെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യുക, മാറ്റി നിർത്തുക. കാരണം ഈ നായ്കളിൽ അല്ലെങ്കിൽ മൃഗങ്ങളിൽ ഈ ഉമിനീരിലേക്ക് എത്തുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ആ ഇതിനൊരു സ്വഭാവ വ്യത്യാസം അല്ലെങ്കിൽ അവരുടെ രീതികളിൽ വ്യത്യാസം കണ്ടാൽ ഒരു 2 ആഴ്ചത്തേക്കൊക്കെ ഇതിനെ ഒന്ന് ലിമിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. കാരണം ഒരു കടിയിലേക്കോ ഒരു പേവിഷബാധയിലേക്കോ ഒക്കെ പോകാതിരിക്കാൻ എന്നെ സഹായിക്കാം. സാധാരണ രീതിയിൽ നമ്മളൊരു തെരുവ് നായയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ ആ നായയെ നിരീക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നായയെ സാധാരണ നമ്മൾ ഒരു കടിയേറ്റ ശേഷം, ഒരു നായയുടെ കടിയേറ്റ ശേഷം നിരീക്ഷിക്കുന്നത് സാധാരണ 10 ദിവസത്തേക്കാണ്. അത് പറയാനുള്ള കാരണം ഈ വൈറസിൻ്റെ പാത്തോജിനസിസ് അല്ലെങ്കിൽ റേബീസ് വൈറസ് നമ്മുടെ ശരീരത്തിൽ കടന്ന ശേഷം ഉണ്ടാകാവുന്ന ഒരു ആനിമൽ, ഏത് ആനിമൽ, മനുഷ്യനായാലും ഒരു മൃഗമാണെങ്കിലും അതിൻ്റെ ശരീരത്തിൽ കടന്ന ശേഷം ഉണ്ടാകാവുന്ന ഒരു പ്രോസസ്സിൻ്റെ ഏറ്റവും അവസാനമാണ് ഇത് ഉമിനീരിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു നായയെ സംബന്ധിച്ചിടത്തോളം ഉമിനീരിലൂടെ പുറത്തേക്ക് വന്നെങ്കിൽ അതിൻ്റെ അവസാന ഘട്ടത്തിൽ അതെത്തി. ആ ഘട്ടത്തിൽ നിന്ന് പിന്നെ അതിന് മരണകാരണമാവാനോ ഒക്കെ ആയിട്ട് ഏകദേശം 1 ആഴ്ച 10 ദിവസമൊക്കെ മതിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ 10 ദിവസം ഈ നായയെ ഒബ്സർവ് ചെയ്യുക. ഈ നായ വീണ്ടും വയലൻ്റ് ആകുന്നു അല്ലെങ്കിൽ ഇത് മരണകാരണമാകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഒരു പേവിഷബാധ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ 10 ദിവസത്തിനുള്ളിൽ ഒരു രീതിയിലുള്ള ഫർദർ സിംറ്റംസും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് വിചാരിക്കാം ഒരു പക്ഷേ ഇതിന് പേവിഷബാധ ഇല്ല. കാരണം ആ 10 ദിവസം അതിൻ്റെ അവസാന സ്റ്റേജ് ആകേണ്ട സമയമായിട്ടുണ്ടെന്ന് തന്നെ കരുതാം. അതുകൊണ്ടാണ് ഈ 10 ദിവസത്തെ നായയെ നിരീക്ഷിക്കുന്നതിനെക്കുറിച്ച് അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ നമുക്കറിയാവുന്ന ഒരു നായ ആണെങ്കിൽ മാത്രമേ, തെരുവ് നായ്ക്കളുടെ കാര്യത്തിൽ ഇതൊന്നും ബാധകമാവില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. പ്രത്യേകിച്ച് അവധിക്കാലമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ സംരക്ഷിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. തെരുവ് നായ്ക്കളൊക്കെ കൂടുന്ന ഒരു സമയവുമാണ്. അപ്പം എല്ലാ മക്കളും സുരക്ഷിതരായി തന്നെ, മക്കൾ മാത്രമല്ല മുതിർന്നവരും സുരക്ഷിതരായി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. ഈ ഒരു വിഷയത്തിൽ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് രാജഗിരി ഹോസ്പിറ്റലിലെ മൈക്രോബയോളജി വിഭാഗം ഡോക്ടർ നീതു സൂസൻ ഫിലിപ്പാണ്. നന്ദി.